ഹലോ ഫ്രണ്ട്സ്, ഋതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? എല്ലായിടം മഴയൊക്കെ തുടങ്ങിയോ? എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്ത് കാരണം ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും പഴയ വീഡിയോസ് എല്ലാം കാണുകയും ചെയ്യാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീട്ടിൽ വളർത്തുന്ന കോഴിയെ പൂട പറിച്ച് വൃത്തിയാക്കി വേവിക്കുന്ന രീതിയാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് വേണ്ട നമ്മൾ കോഴിയെ ഒരു ബക്കറ്റിനകത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പെടക്കോഴിയാണിത്. നെയ്യ് മുറ്റിക്കൊണ്ട് മുട്ട ഇടുന്നില്ല, അതുകൊണ്ടാണ് ഇതിനെ വേവിക്കാമെന്ന് വിചാരിച്ചതിലേക്ക് നമുക്കിനി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിക്കണം. അപ്പം നമുക്ക് പെട്ടെന്ന് പൂട പറിച്ചെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് അതിന് ശേഷം കാണാം. നമ്മൾ കോഴിയെ ബക്കറ്റിലിട്ട് അതിനെ നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചിരിക്കാൻ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ തിരിച്ചും പിരിച്ചും ഒക്കെ ഒന്ന് മുക്കി അതിൻ്റെ പൂടയുടെ എല്ലാ ഭാഗവും വെള്ളത്തിൽ മുങ്ങിയിരിക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് പറിച്ചെടുക്കാൻ സാധിക്കും. വെളിയിലെല്ലാം കൊതുവാണ്. ഇവിടെയൊക്കെ മഴ തുടങ്ങിയോട്ട് നമുക്ക് വെളിയിൽ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് ചെയ്യുന്നത്. പിന്നെ നമുക്ക് തുടച്ചങ്ങ് വൃത്തിയാക്കിയാൽ മതി. ഇനി നമുക്ക് ഇതിനെ ഒരു ചരുവത്തിലോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൂട പറിച്ച് വൃത്തിയാക്കാം. ഈ രീതി നമ്മൾ പൂട പറിക്കുമ്പോൾ വളരെ വേഗം പൂട പറിച്ച് മാറ്റാൻ കഴിയും. ഞാൻ ഇനിയും പറിച്ച പൂടയൊന്ന് കൊണ്ട് കളഞ്ഞിട്ട് വന്നിട്ട് ഒന്നുകൂടെ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് പറിച്ച് വൃത്തിയാക്കിയിട്ട് കാണിക്കാം. കോഴിയുടെ പൂട നമ്മൾ പറിച്ച് വേണ്ട. ഇനി നമ്മളിതിനെ അടുപ്പിലൊന്ന് തീ കത്തിച്ച് ചൂട്ട് വെച്ചൊന്ന് വക്കും. കാരണം ഇതിൻ്റെ ശരീരത്തിരിക്കുന്ന ചെറിയ ചെറിയ രോമങ്ങളെല്ലാം കരിഞ്ഞു പോകുന്നതിന് വേണ്ടിയാണ്. ഇനി നമുക്കതിന് ശേഷം കാണാം. തീ കത്തിച്ച് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കോഴിയെ ഇങ്ങനെ തിരിച്ചും പിടിച്ച് ഇതിൻ്റെ ആ ചെറിയ രോമങ്ങളെല്ലാം അങ്ങ് കരിച്ച് കളയും. ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ ഉപ്പിട്ട് തീർക്കും. കോഴിയെ നമ്മൾ വളർത്തി അതിൻ്റെ 2 കാലും കണ്ടിച്ച് കളഞ്ഞ് തലയും കണ്ടിച്ച് അതിൻ്റെ 2 കാലിൻ്റെ ഇവിടെ ഇനി അത് നമ്മൾ കണ്ടിച്ചെടുക്കണം. അതുപോലെ ചിറകും കണ്ടിച്ചെടുക്കണം. ഇനി അതിന് ശേഷം കാണാം. ചിക്കനെല്ലാം നമ്മൾ വൃത്തിയാക്കി വേണ്ട കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇതിനകത്ത് പെടക്കോഴി ആയതുകൊണ്ട് ഇതിനകത്ത് നെയ്വല ഞാൻ മാറ്റി വെച്ചേക്കാണ്. ഇത് നമ്മൾ ചിക്കൻ വേവിക്കുമ്പം എടുക്കുന്നില്ല. കാരണം നെയ്യ് ഒരുപാടായാൽ അത് കറിക്ക് ടേസ്റ്റ് കുറയും. ഇനി പണ്ടൊക്കെയാണെങ്കിൽ ഈ നെയ്യ് ഉരുക്കി, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ നെയ്യ് ഉരുക്കി അന്ന് ഇതുപോലെ ഓയിൽമെൻറ്റുകളൊന്നും ഇല്ലല്ലോ, മുറിവിനൊക്കെ പുരട്ടാനാണെന്ന് പറഞ്ഞ് എടുക്കാൻ. ഇപ്പോൾ പിന്നെ എല്ലായിടത്തും മെഡിക്കൽ സ്റ്റോറൊക്കെ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ആരും അങ്ങനെ എടുക്കാറില്ല നമ്മുടെ നാട്ടും പുറത്തൊന്നും. ഇനി നമുക്കിതൊരു കുക്കറിനകത്തിട്ട് അല്പം ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത്തിരി കായപ്പൊടിയും ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു നാടൻ കോഴി ആയതുകൊണ്ട് ഒരു 8 വിസിലെങ്കിലും വേണം. അത് നല്ലപോലെ മൂത്തതായത്. ഇനി ആ വിസിലടിപ്പിച്ചതിന് ശേഷം നമുക്ക് കാണാം. ഈ പഴയ അടപലകയെന്ന് പറയും. ഇതിപ്പം പഴയ വീടുകളിലൊക്കെ കാണത്തുള്ളൂ. പുതുതായിട്ടുള്ള വീടുകളിലെ കുട്ടികൾക്കൊന്നും അറിയത്തില്ല. ഇതേ വെച്ചാൽ ഞാനിത് വെട്ട് റെഡിയാക്കിയത്. കട്ടിംഗ് ബോർഡ് അങ്ങ് ഒടിഞ്ഞു പോയായിരുന്നു. അത് പോത്തിറച്ചി മോൻ വെട്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഇതേ വെച്ചാൽ ഇത് റെഡിയാക്കിയെടുത്തു. നമ്മളതിനകത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പുപൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് ഒരല്പം വെള്ളം കൂടെ, ഇത്രയും വെള്ളം കൂടെ ചേർക്കാം. ഇനി ഇത് അടച്ച് വെക്കാം. ഒരു 5 വിസിലടിക്കുമ്പം സിമ്മി വെച്ച് ഒരു 5 മിനിറ്റ് നേരം സിമ്മി കൂടെ വെച്ചിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി അതിന് ശേഷം കാണാം.
കുക്കറിലിരിക്കുന്ന ചിക്കൻ 5 വിസിലടിച്ചപ്പോൾ നമ്മൾ സിമ്മി വെച്ച് പിന്നെ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ നല്ല വാങ്ങി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആവി പോയിട്ട് നമുക്ക് തുറക്കാം. നമ്മൾ വേണ്ട ഇതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി അല്ലെങ്കിൽ പെരുംജീരകപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ 1 ടീസ്പൂൺ അരിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പുപൊടി. ഇതെല്ലാം കൂടെയാണ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഇനി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. പൊടി നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച് ഇനി ഇതിൻ്റെ അകത്തേക്ക് വറുത്ത് ചേർക്കുന്നതിന് ആവശ്യമായ ഒരു അരമുറി തേങ്ങയുടെ തേങ്ങാക്കൊത്ത്, ഇഞ്ചി വെളുത്തുള്ളി, ഒരു പച്ചക്കുരുമുളക് കൂടെ പേസ്റ്റ് ആക്കിയത്, ഒരു തക്കാളി പേസ്റ്റ് ആക്കിയത്, 2 പച്ചമുളക്, ഒരു 4 വലിയ സവാള നീളത്തിലരിഞ്ഞത്, ഒരു 10 കൊച്ചുള്ളി പൊളിച്ച് കീറി വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയുണ്ട്, കടുക് വറക്കാനുള്ള കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് വറുത്ത് കോരിയെടുക്കാം. തേങ്ങാക്കൊത്ത് മൂപ്പിച്ച് കോരിയ ശേഷം നമ്മൾ ഉലുവായും കടുകും പൊട്ടിച്ച് അതിനകത്തേക്ക് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് മൂപ്പിച്ച് കടുക് വറുത്ത് വേണ്ട കോരി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ട ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകിൻ്റെ പച്ചമണം മാറാനായിട്ട് വെച്ചിരിക്കുക. ഇനി അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്ക് സവാളയും കൊച്ചുള്ളിയും കൂടെ കീറി വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കും. ഉള്ളിയും സവാളയും വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി പേസ്റ്റിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നതിന് വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളി പേസ്റ്റിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഫ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികളൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നെയ്യ് ഉള്ളത് കൊണ്ട് അധികം വെളിച്ചെണ്ണ ചേർക്കുന്നില്ല. നമുക്ക് അതോടൊഴിക്കുമ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ കാണും. ഈ അരപ്പ് മൂത്തതായതുകൊണ്ട് നമ്മളിനി കൂടുതൽ സമയത്ത് ഇളക്കേണ്ട കാര്യമില്ല. ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ബാക്കി വെള്ളം കുറച്ച് നമ്മൾ ഇറച്ചി വേവിച്ച് അതിനകത്തുണ്ട്, അതോടെ ചേർത്തിട്ട് ഇനി പോരാങ്കിൽ നമുക്ക് ചേർത്താൽ മതി. ഗ്രേവിക്ക് ഉപ്പ് കുറവായിരുന്നു. 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ചിക്കൻ ഒഴിച്ചു കൊടുക്കാം. നെയ്വല മാറ്റിയിട്ട് നന്നായിട്ട് നെയ്യുണ്ട്, ആ വെളിച്ചെണ്ണ കുറച്ച് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തിളയ്ക്കുമ്പോൾ ഇതിനകത്തായിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുന്ന തേങ്ങാക്കൊത്തും ആ കടുക് വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി അതൊന്ന് തിളച്ചോട്ടെ. ഇത് തിളച്ചപ്പോൾ ഞാൻ അതിനകത്ത് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇപ്പം നല്ല അടിപൊളി മണമാണ് അടിക്കുന്നത്. വേണ്ട അതിനകത്ത് നെയ്യാണ് ഈ പൊങ്ങി നിൽക്കുന്നത്. ഇനി നമുക്ക് കടുക് വറുത്തൂടെ ചേർത്ത് കൊടുക്കാം. മോളും മക്കളും ഒക്കെ വന്നിട്ടുണ്ട്. അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് റെഡിയാക്കുന്നത്. നാടൻ കോഴിയാണ്, കരിങ്കോഴിയാണ്. കരിങ്കോഴി നല്ല ഔഷധ ഗുണമുള്ളതാണ്. ഇനി നമുക്ക് മോളെ വന്ന് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിയാ കുഞ്ഞ്, ടേസ്റ്റും ഒക്കെ ഒന്ന് നോക്കി. ആരാ നീ കഴിക്കുതാണ്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കി.
തിന്നു. കൊള്ളാവോ? പിന്നെ മസാല എല്ലാം ഉണ്ടോ? എന്തെങ്കിലും കുറവുണ്ടോ? ഉപ്പ് കുറവാണ്. ഇനിയും പിന്നെ ഇത് ചേർക്കണോ കുഞ്ഞെന്തോ? കായപ്പൊടി. ഉപ്പ് ഇത്രയും കൂടെ ചേർക്കാവോ? കുറച്ച്. അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു. നോക്കട്ടെ, കുറ്റം പറയാതെ. ഇതാണ് കോഴി നെയ്യ്. ഇത് കരിങ്കോഴിയുടെ നെയ്യാണ്. ഇത് വളരെ ഔഷധ ഗുണമുള്ളതാണ്. മുറിവിന് പുരട്ടാനും പൊള്ളലിന് പുരട്ടാനും എല്ലാം വളരെ നല്ലതാണ്. കരിങ്കോഴിയുടെ ഇറച്ചിയും മുട്ട എല്ലാം വളരെ ഔഷധ ഗുണമുള്ളതാണ്. കൊളസ്ട്രോൾ കുറവുള്ളതാണ്. പിന്നെ ഹാർട്ട് പേഷ്യൻറ്റിനും പിന്നെ കിഡ്നിയും ശ്വാസമുള്ളവർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഇറച്ചിയാണ് കരിങ്കോഴിയുടേത്. വളരെയധികം ഔഷധ ഗുണമുള്ളതാണ്. അപ്പോൾ കരിങ്കോഴിയെ കിട്ടിയ ആരും കളയരുത്. അതിൻ്റെ ഇറച്ചിക്ക് വരെ ഒരു കറുത്ത കളറാണ്. നമ്മുടെ ചിക്കൻ കറി എങ്ങനുണ്ട് അഖിലേ? മോനെ, നമ്മുടെ ചിക്കൻ കറി എങ്ങനുണ്ട്? സൂപ്പർ. പൂപ്പറാന്നോ? അപ്പൊ എല്ലാരും ഇതുപോലെ നാടൻ കോഴിയൊക്കെ കിട്ടുമ്പോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് രേഖപ്പെടുത്തുകയും ചെയ്യണേ. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു.